ആനന്ദ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഭദ്ര അലമാരൊക്കെ തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. നീ എന്താ നോക്കുന്നേ? അല്ല, തുണി കുറേയായില്ലേ, അങ്ങനെ തന്നെ ഇരിക്കുന്നു. അവൾ അതും പറഞ്ഞ് ഒരു സാരി എടുത്ത് മൂക്കോട് ചേർത്തു. ആനന്ദൻ അവളെ നോക്കി കൈ രണ്ടും കെട്ടി വാതിൽ തന്നെ ചാരി നിന്നു. മണമൊന്നുമില്ല, ഭാഗ്യം. എല്ലാ ആഴ്ചയും ഞാൻ ഇതൊക്കെ വെയിലത്ത് വിരിക്കും, അതാ മണമൊന്നും ഇല്ലാത്തത്. ആനന്ദൻ അതും പറഞ്ഞ് കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. ഭദ്ര അവനെ ഒന്ന് നോക്കി, പിന്നെ അലമാരി അടച്ച് അവൻ്റെ അരികിലേക്ക് ചെന്നു. ആനന്ദേട്ടാ. തൊട്ടി കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന ആനന്ദൻ അവൾ വിളിക്കുന്ന കേട്ട് തലചരിച്ചു. എന്നോട് അനന്തേട്ടന് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അത് ഞാൻ ഭദ്ര പറയാൻ പൂർത്തിയാക്കും മുമ്പേ ആനന്ദൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി അവളെ ചേർത്ത് പിടിച്ച് കഴുത്തിലേക്ക് മുഖം അമർത്തി. ദേഷ്യമല്ല ഭദ്രെ, സങ്കട തോന്നിയത്. ആര് നിന്നെ സംശയിച്ചാലും ഞാൻ നിന്നെ അങ്ങനെ കരുതുമെന്ന് നീ വിശ്വസിച്ചില്ലേ? എന്നോട് തന്നെ ചില നേരത്ത് വെറുപ്പ് തോന്നി. ആനന്ദം പറയുന്ന കേട്ട് ഭദ്രയ്ക്ക് വിഷമം തോന്നി. അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നെറ്റിൽ ചുംബിച്ചു. പിന്നെ രണ്ടു കവിളിലും കൈകൾ മാറ്റി ഭദ്ര അവനെ തന്നെ നോക്കി. ആനന്ദൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവനോട് ചേർത്തിരുത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. പതിയെ ആനന്ദൻ അവളുടെ ചുണ്ടുകൾ നുകരാൻ തുടങ്ങി. ഭദ്രയ്ക്ക് കിതപ്പ് കൂടി. ആനന്ദൻ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുകർന്നുകൊണ്ടിരുന്നു. നാവുകൾ പരസ്പരം കെട്ടുപിണഞ്ഞപ്പോൾ ഭദ്രയുടെ കൈകൾ ആനന്ദൻ്റെ കുർത്തിയിൽ പിടിമുറുക്കി. അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് ആനന്ദൻ ഭദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ ഭാവം താങ്ങാൻ കഴിയാതെ ഭദ്ര തലതാഴ്ത്തി. ഭദ്ര വല്ലാതെ വിയർത്തിരുന്നു. അവളുടെ കഴുത്തിലെ വിയർപ്പ് തുള്ളികളിൽ ആനന്ദൻ ചുംബിച്ചു. കഴുത്തി മെല്ലെ നുകർന്നുകൊണ്ട് അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവൻ പിടിമുറുക്കി. ഭദ്ര ഒരു കൈ ആനന്ദൻ്റെ തലയിൽ കൊരുത്തു വലിച്ചു, മറുകൈ ബെഡിൽ വിരിയിൽ ചുരുട്ടിപ്പിടിച്ചു. ആനന്ദൻ്റെ ആവേശം കൂട്ടി. കഴുത്ത് നുകരുന്നതിനിടെ ഒരു കൈകൊണ്ട് അവളുടെ മേൽ ഭദ്ര കാൽവിരലുകൾ കൊരുത്തു വലിച്ചു. വെണ്ണ പോലെയുള്ള നഗ്നമായ അവളുടെ അണിവയറിൽ ആനന്ദൻ്റെ കൈകൾ സർപ്പം പോലെ ചുറ്റിപ്പിടിച്ചു. കഴുത്തിൽ നിന്നും ചുണ്ടുകൾ മാറ്റി തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ മീശയും താടിയും ചുണ്ടും പല്ലുകളും നാവും അവളുടെ കഴുത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കുന്ന പോലെ ഒഴുകി നടന്നു. അതോടൊപ്പം ആനന്ദൻ്റെ ഒരു കൈ അവൻ്റെ കൈവിരലുകളുടെ ചലനം അവളുടെ ശരീരത്തിൽ കരണ്ടേൽക്കുന്ന പോലെ തോന്നി. ഭദ്ര പിന്നിലേക്ക് ചാഞ്ഞതും ആനന്ദൻ അവളുടെ മുകളിലേക്ക് വീണു. കണ്ണടച്ച് കിടന്ന് കിതപ്പടക്കുന്നവളെ ആനന്ദൻ കണ്ണിമയ്ക്കാതെ നോക്കി. ഭദ്ര മെല്ലെ കണ്ണുകൾ തുറന്നു. തന്നെ മാത്രം നോക്കിക്കിടക്കുന്നവൻ്റെ കണ്ണിലെ ഭാവം നേരിടാനാവാതെ അവൾ തളർന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാനായി ഭദ്രയുടെ കൈകൾ നീണ്ടു. പൊടുന്നനെ ആനന്ദൻ അവളുടെ കൈകളിൽ പിടിച്ചു. ഭദ്ര അവനെ സംശയത്തോടെ നോക്കിയതും ആനന്ദൻ തല വിലങ്ങനെയാട്ടി. മുഖമർത്തി ചുംബിക്കുമ്പോൾ ഭദ്ര ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഭദ്രയുടെ കൈകൾ ആനന്ദൻ്റെ പിൻകഴുത്തിൽ അമരുന്നുണ്ടായിരുന്നു. അവൻ്റെ നാവുകളുടെയും പല്ലുകളുടെയും ചലനം സൃഷ്ടിക്കുന്ന അനുഭൂതിയിൽ ഭദ്ര വില്ലുപോലെ വളഞ്ഞു. അവളുടെ വെണ്ണ പോലെയുള്ള അണിവയറിലെ നാഭിച്ചുഴിയിൽ അവൻ ചുംബിച്ചു. നാവുകൊണ്ട് മെല്ലെ തലോടിയതും അവൻ്റെ തലയിൽ കൊരുത്ത അവളുടെ കൈകൾ ഒന്നുകൂടെ അമർന്നു. ഭദ്ര കൈകൾ വെടിവെക്കാൻ ശക്തമായി ശ്രമിച്ചു. അവളുടെ കൈകളിലെ എതിർപ്പ് പതിയെ കുറഞ്ഞു. ഭദ്രയുടെ ശരീരം ഭാരമില്ലാതെ ഒരു അപ്പൂപ്പൻ താടി പോലെ പാറിക്കളിക്കുന്ന പോലെ തോന്നി. ഭദ്രയുടെ ഉച്ച മുതൽ പാദം വരെ ആനന്ദൻ കൈകളും അവളിലെ സ്ത്രീയെ വീണ്ടും പൂർണ്ണമായി ഉണർത്തിക്കൊണ്ട് അവസാനം തൻ്റെ കീഴിൽ കിടക്കുന്ന അവളുടെ നെറ്റിയെ ചുംബിച്ച് ആനന്ദൻ നേരെ കിടന്നു. ശക്തമായി കറങ്ങുന്ന ഫാനിൽ കണ്ണു നട്ട് ഒരു കൈകൊണ്ട് തൻ്റെ പ്രാണനെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി. അവളെ മുറുകെ തന്നിലേക്ക് ചേർത്ത് കിടത്തി. എനിക്കൊരു ഡൗട്ട് ഭദ്രെ. ആനന്ദൻ തലചരിച്ച് അവളെ നോക്കി. എന്ത്? ഭദ്ര നെറ്റി ചുളിച്ചു. അല്ല, ഞാൻ വന്ന് വിളിക്കാതെ വരില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് രാത്രി ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ നിങ്ങളെപ്പോലെയല്ല ഞാൻ. എനിക്ക് കാണാൻ തോന്നി, ഞാൻ വന്നു. ആനന്ദേട്ടൻ എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചില്ലല്ലോ. ഭദ്ര എഴുന്നേറ്റ് പുതപ്പെടുത്ത് പൊതിച്ച് ബാത്റൂമിൽ കയറി. ആനന്ദൻ ആകെ കിളിപോയ പോലെ കിടന്നു. പിന്നെ ചിരിച്ചു. അവൻ എഴുന്നേറ്റ് ബാൽക്കണിയുടെ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? ദുസ്വപ്നം കണ്ടതാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ അതിൽ പിടിച്ചു തൂങ്ങും. ശരീരത്തിൽ വെള്ളം വീഴുമ്പോൾ പലയിടത്തും നീറി.
ആ നീറ്റലോർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പ്രത്യേക ചിരി വിരിഞ്ഞു. ഭദ്ര മേൽ കഴുകി റൂമിലേക്ക് വന്നപ്പോൾ ആനന്ദിനെ കണ്ടില്ല. അവൾ വേഗം സാരി മാറി. മുറിയുടെ വാതിൽ ഇപ്പോഴും ലോക്ക് തന്നെയാണ്. അപ്പോൾ താഴേക്ക് പോയിട്ടില്ല. ഭദ്ര ബാൽക്കണിയുടെ ഡോർ തുറന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ സോപാനത്തിലിരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കല്ല, സിഗരറ്റ് വലിക്കണം. പുറത്തേക്ക് പിടിച്ച കൈ ഇടയ്ക്കിടെ ചുണ്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഭദ്ര അവൻ്റെ അരികിലേക്ക് ചെന്നു. എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഭദ്ര അവൻ്റെ മേലേക്ക് ചാരി നിന്നു. ആനന്ദ ഇടം കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. ഭദ്ര ചെറിയ ഞെട്ടലോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ ഭദ്ര ചെറുതായി പുഞ്ചിരിച്ചു. ഞാൻ അമ്മയെ ഓർത്തതാ. എന്തു പറ്റി? നിന്നെ കാണാതെ പട്ടുപിടിച്ചിരിക്കുമ്പോൾ അമ്മയുടെ മുറിയിൽ പോയി കിടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കിടന്ന് മയങ്ങുമ്പോഴാ അമ്മ വന്ന് തലയിൽ തലോടുന്ന പോലെ തോന്നിയത്. എല്ലാം വൈകാതെ ശരിയാവും, നീ സങ്കടപ്പെടേണ്ട എന്നൊരു പറച്ചിലും. അത് കഴിഞ്ഞ് രാവിലെ നിന്നെ കണ്ടെന്ന് പറഞ്ഞ് ഹരി വിളിക്കുന്നേ. ആകെ ഒരു പകപ്പായിരുന്നു. ആനന്ദൻ്റെ തൊണ്ടയിടറിയപ്പോൾ ഭദ്ര അവൻ്റെ കവിളിലേക്ക് കൈ ചേർത്തു. ഏയ്, അവൾ അവൻ്റെ കവിളിലൂടെ തഴുകി. അവനൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. അതുപോട്ടെ, മറ്റന്നാളാണ് അമ്പലത്തിൽ പ്രതിഷ്ഠ ദിനം. നാളെ വൈകിട്ട് പൂജയൊക്കെയുണ്ട്. പിന്നെ ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്. പോവണം. ആരൂട്ടിന് നേർച്ചയുണ്ട്. നമുക്കൊരുമിച്ച് ഇറങ്ങാം. എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഭദ്ര തലയാട്ടി. സിഗരറ്റ് കളഞ്ഞ് രണ്ട് കൈകൊണ്ടും അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു. അനന്തേട്ട, ഭദ്ര കൊഞ്ചലോടെ വിളിച്ചു. എനിക്ക് വിശക്കുന്നു. ഭദ്ര വയറൊഴിയുന്ന കണ്ട് ആനന്ദൻ ചിരിച്ചു. ഈ പെണ്ണ് വാ. ഭദ്ര ചിരിയോടെ എഴുന്നേറ്റു. പുറകെ അനന്തനും. രാവിലെ ഭദ്രയായിരുന്നു ആദ്യം എഴുന്നേറ്റത്. അച്ഛൻ്റെ മോൻ്റെ കിടപ്പ് കണ്ട് അവൾ ചിരിച്ചു. ഓടാൻ പോകുന്ന പോലെയാ രണ്ടും കിടക്കുന്നേ. അഴിഞ്ഞു കിടക്കുന്ന മുടി വാരിക്കെട്ടി അവൾ എഴുന്നേറ്റു. കുളിച്ചിറങ്ങിയപ്പോഴും രണ്ടാളും ഉറക്കം തന്നെ. ഇടയ്ക്ക് വെച്ച് രാത്രി കുഞ്ഞെഴുന്നേറ്റിരുന്നു. പാല് കൊടുക്കുന്നതിനിടയ്ക്ക് താൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ചെക്കൻ രാത്രി എഴുന്നേറ്റിൽ പിന്നെ കുറേ നേരം കളിച്ചിട്ടേ ഉറങ്ങൂ. ഇടയ്ക്ക് കണ്ണു തുറന്നപ്പോൾ അച്ഛനും മകനും കളിക്കുന്നേ കണ്ടു. ഭദ്ര ചിരിയോടെ ഓർത്ത് അടുക്കളയിലേക്ക് നടന്നു. ഇന്നലെ കൊണ്ടുവന്ന പകുതി കറികളും കേടായി. ആവിയൽ, കാബേജ് തോരൻ, സാമ്പാർ. ഭദ്ര എല്ലാം എടുത്ത് കളഞ്ഞ് അടുക്കള ഒതുക്കി ചായ വെച്ചു. ഫ്രിഡ്ജിൽ മാവൊന്നും കാണുന്നില്ല. വേഗം വെള്ളം വെച്ച് അരി കഴുകിയിട്ടു. പച്ചക്കറികൾ പിന്നെ നോക്കേ വേണ്ട. ഇവിടെ വെപ്പും കുടിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഭദ്ര നിരാശയോടെ സ്ലാബിൽ ചാരി നിന്നു. ചായ പകർത്തി വെച്ചത് ചൂടാറി. ചായ ചൂടാക്കി കപ്പിൽ പകർത്തി അടുക്കളയുടെ പടിയിലിരുന്ന് പുറത്തേക്ക് നോക്കി. വലിയ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. തെങ്ങിനും കവുങ്ങിനും ഇന്നലെ വരെ നനച്ചതിൻ്റെ പാട് തടമെടുത്തതിൽ കാണാം. പിന്നെ ഉള്ളത് ജാതിക്കത്തോട്ടമാണ്. അത് കഴിഞ്ഞ് പാടവും കൊയ്ത്താകാറായി. ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോഴാണ് മാവിൽ ഒളിച്ചു നിൽക്കുന്ന 2 മാങ്ങ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. തോട്ടിയെടുത്ത് രണ്ടും വലിച്ചിട്ടു. തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കുറച്ച് തേങ്ങയും ചിരകി ഇത്തിരി ഉപ്പിട്ട് അമ്മിയിൽ അരച്ചെടുത്തു. മിക്സിയിൽ അരച്ചാൽ ടേസ്റ്റ് പോവും. അമ്മിയിൽ നിന്ന് എല്ലാം വടിച്ചെടുക്കുന്ന നേരത്താണ് ഇടുപ്പിലൂടെ 2 കൈകൾ പുറകിലൂടെ വന്ന് മുറുകിയത്. ആരാന്ന് അറിയാവുന്ന കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ഇടയ്ക്ക് തോളിൽ മുഖം അമർത്തി. ബധു. നീട്ടിയുള്ള വിളിക്ക് അവളൊന്ന് മൂളി. നമ്മുടെ ചന്ദ്ര സോപ്പിന് ഇത്ര മണമുണ്ടോടി? കടിക്കാൻ തോന്നുന്നു. കഴുത്തിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞതും ഭദ്ര അരപ്പെടുത്ത് തിരിഞ്ഞു. ദേ പൊക്കോ മനുഷ്യ, ഒരു സാധനമില്ല ഈ വീട്ടിൽ. അവൾ അടുക്കളയിലേക്ക് കയറി. പിന്നെയും എന്തോ മുറുമുറുക്കുന്നവളെ ആനന്ദൻ അമ്മിക്കല്ലിൻ്റെ തിട്ടിൽ കൈകുത്തി നോക്കി നിന്നു. അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവിടെ വെപ്പും കുടിയും ഒന്നും ഇല്ലേ? ഭദ്ര അരപ്പിലേക്ക് എണ്ണ ഒഴിക്കുന്നതിനിടയ്ക്ക് ചോദിച്ചു. ഞാൻ ബാംഗ്ലൂർ വരുന്നവരെ ഉണ്ടായിരുന്നു. പിന്നെ പാറുവിൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ജാനുവമ്മയും വരുന്നില്ല. അതെന്തേ? അത് അവളുടെ ചെക്കനില്ലേ അനന്തൻ. അവൻ്റെ അമ്മയ്ക്ക് വയ്യ, കിടപ്പില്ല. വേറെ ആരുമില്ല അവർക്ക്. കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ജാനുവമ്മയും കൊണ്ടുപോകുമെന്ന് അനന്തൻ പറഞ്ഞിരുന്നു. അല്ല, എങ്ങനെയാ അനന്തൻ എന്ന പേരുള്ള ചെക്കനെ കിട്ടിയത്? അവൾ ഇടുപ്പിൽ കൈകുത്തി നിന്നു. അതെൻ്റെ പേരായതുകൊണ്ട് അവൾക്കിത് മതിയെന്ന് പറഞ്ഞു. ഒറ്റക്കാലിൽ നിൽപ്പായിരുന്നു. ഭദ്ര ചായ ചൂടാക്കി ആനന്ദന് കൊടുക്കാതെ സ്ലാബിൽ വലിയ ശബ്ദത്തോടെ വെച്ചു. അവൻ ചായ എടുത്ത് കൈ പിടിച്ച് ചവിട്ടിത്തുള്ളി പോകുന്നവളെ ചിരിയോടെ നോക്കി. ഡൈനിങ് ടേബിളിൽ തുടയ്ക്കാണ്. മുഖം ബലൂൺ പോലെ വീർപ്പിച്ചിട്ടുണ്ട്. ഡി ഭദ്രകാളി, അവൾക്ക് ജാനുവമ്മയെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാ ആനന്ദൻ അവൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞ്. അത് കേട്ടപ്പോൾ അവൾ സമ്മതിച്ചു. വേറെ ഒന്നുമല്ല എൻ്റെ പൊന്നെ. അവൻ കപ്പ് പിടിച്ച് അടുക്കളയിലേക്ക് പോകുന്ന കണ്ട് ഭദ്ര ചിരിച്ചു. രാവിലെ കഴിച്ചു കഴിഞ്ഞതും ഭദ്രയും കുഞ്ഞും മംഗലത്തേക്ക് പോകാൻ റെഡിയായി. ആനന്ദൻ മില്ലിൽ പോകുന്ന വഴിക്ക് ആക്കാമെന്ന് പറഞ്ഞു. ബുള്ളറ്റിന് പുറകിൽ കുഞ്ഞിനെയും എടുത്ത് കയറുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ആനന്ദൻ്റെ വയറിലൂടെ ഭദ്ര ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. വഴിയിലൂടെ പോകുന്നവരെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. നാട്ടുകാർ എന്താ പറഞ്ഞു നടന്നതെന്ന് അറിയോ നിനക്ക്? മംഗലത്ത് പടിപ്പുരയിൽ ഇറങ്ങിയപ്പോൾ ആനന്ദൻ ചോദിച്ചു. അവളില്ലെന്ന് തലയാട്ടി. എൻ്റെ ഭ്രാന്ത് മൂത്തിട്ട് നീ സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടു ഓടിയെന്ന് ആനന്ദൻ ചിരിച്ചു.
ഭദ്ര ചെറിയ നടുക്കത്തോടെ അങ്ങനെ തന്നെ നിന്നു. അവൻ കുഞ്ഞിൻ്റെ കവളിൽ ചുംബിച്ച് യാത്ര ചോദിക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. ഡീ, ഭദ്ര പെട്ടെന്ന് ഞെട്ടി. നീ ഏത് ലോകത്താ? ഞാൻ വൈകിട്ട് വിളിക്കാൻ വരാം. അവൾ തലയാട്ടി. അവനൊന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. ഭദ്ര വെറുതെ ചിരിച്ചു നിന്നേ ഉള്ളൂ. പക്ഷേ ഉള്ളു വല്ലാതെ വിങ്ങുന്നു. കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് കയറുമ്പോഴും പൂജയും പായലും ഓടി വന്നിരുന്നു. കുഞ്ഞിനെ എടുത്ത് മുഖത്ത് തുരുതുര ഉമ്മ വയ്ക്കുന്നുണ്ട് പൂജ. മുംബൈയിലായിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമെല്ലാം നോക്കിയത് പൂജയാണ്. അവളവനെ വല്ലാതെ മിസ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. അവൻ മമ്മ മമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഭദ്ര പുഞ്ചിരിയോടെ ഉള്ളിൽ കയറി. അന്ന് അവിടെ തന്നെയായിരുന്നു ഊണ്. ഊണിന് ചിക്കൻ കണ്ട് ഭദ്ര അത്ഭുതത്തോടെ അമ്മയെ നോക്കി. നീ നോക്കണ്ട, ഒക്കെ ഇവളുടെ പണിയാ. അമ്മ ഭവ്യെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. പോട്ടെ രാഗി, കൊച്ചുങ്ങൾ ഇതൊക്കെ കഴിച്ച് വളർന്നതല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് അമ്മാവ. ആ, കഴിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ കുളി കഴിഞ്ഞിട്ടേ കാവിൽ തിരി കൊളുത്താവൂ കേട്ടോ. ഡൺ. ഭവ്യ വേഗം കഴിക്കായിരുന്നു. ആരൂട്ടന് പൂജ മാറിക്കൊടുക്കുന്നുണ്ട്. അവന് ചിക്കൻ കൊടുത്തില്ല. മുടി മൊട്ടയാക്കാതെ കൊടുക്കരുതെന്ന അമ്മയുടെ ഓർഡർ. വൈകിട്ട് ചായ കുടി കഴിഞ്ഞ് ഹാളിൽ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാ വാതിലൊരു നിഴൽ ഭദ്ര ചെറുതായി ഒന്ന് ഞെട്ടി. ആനന്ദേട്ടൻ അവളുടെ കണ്ണു മിഴിഞ്ഞു. ആ, കുഞ്ഞു വന്നോ, ഞാൻ ചായ എടുക്കാം. രാഗിണി വേഗം അകത്തേക്ക് ഓടി. ആനന്ദനൊന്ന് ചിരിച്ചു. അമ്മാവനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഏത് പാതിരാത്രിയും കൊണ്ടോടെ മരുമകം ഉണ്ടല്ലോ. രാഘവൻ പറയുന്നത് കേട്ട് ആനന്ദൻ ചിരിച്ചു. ഭദ്ര കണ്ണു മിഴിച്ച് എല്ലാവരെയും നോക്കുന്നുണ്ട്. ആനന്ദൻ സോഫയിലേക്ക് ഇരുന്ന് കുഞ്ഞിനെ പൂജയുടെ കയ്യിൽ നിന്നും വാങ്ങി. ഭദ്ര ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞിനെ കളിപ്പിക്കുന്ന ആനന്ദനെ നോക്കിയിട്ട് ഭദ്രയുടെ കണ്ണുകൾ പോയത് അകത്തെ വാതിലിൻ്റെ അടുത്തേക്കാണ്. ഇത്ര നേരം ഇങ്ങോട്ട് വരാതിരുന്ന ശരണ്യ ഇപ്പോൾ വന്ന് വാതിലിനടുത്ത് നിൽക്കുന്നു. അവളുടെ കണ്ണുകളിലെ തിളക്കം മുഴുവൻ ആനന്ദനെ കേന്ദ്രീകരിച്ചാണ്. തൻ്റെ വെറും സംശയമാകണേ എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നു. ഇടയ്ക്ക് വെച്ച് രാഗിണി ചായ കൊണ്ടുവന്നതും ആനന്ദൻ കുഞ്ഞിനെ പൂജയുടെ കയ്യിൽ കൊടുത്ത് ചായ വാങ്ങി കുടിച്ചു. അമ്മാവ, ഞാൻ വന്നത് അന്ന് ശരണ്യയ്ക്ക് പറ്റിയ വല്ല ആലോചന ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞില്ലേ. ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. ചെക്കൻ പോലീസില്ല. ആനന്ദൻ പറഞ്ഞ് ശരണ്യ ഒന്ന് ഞെട്ടി. നളിനിയുടെയും രാഘവൻ്റെയും മുഖം വിടർന്നു. ശരണ്യ മുഖം തിരിച്ചു നിന്നു. ഭദ്ര അവളെ ഒന്ന് നോക്കിയിട്ട് ആനന്ദനെ നോക്കി. ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിരോധം എന്തെങ്കിലും? ആനന്ദനൊന്ന് നിർത്തി. എന്ത് വിരോധം? അവൾ നിന്റെ കൂടി അനിയത്തിയല്ലേ? നളിനി പറയുന്നത് കേട്ട് ആനന്ദൻ ശരണ്യയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ആരത് ശ്രദ്ധിച്ചില്ലെങ്കിലും ഭദ്ര കൃത്യമായി അത് ശ്രദ്ധിച്ചു. അതെ അമ്മായി, ശരണ്യ എൻ്റെ അനിയത്തിയല്ലേ. ഭദ്രയ്ക്ക് ശാകേശിനുള്ള പോലെ കടമ എനിക്കുണ്ട്. ഇഷ്ടമായാൽ നമുക്ക് ഈ വിവാഹം വേഗം തന്നെ നടത്താം. ആനന്ദൻ കപ്പ് തിരികെ നൽകി. അവരോട് മോൻ വരാൻ പറയും അല്ലേ ഏട്ടാ? ആ, മോനെ ഞങ്ങൾക്ക് വിശ്വാസ. എന്നാൽ ശരി, ഈ ഞായറാഴ്ച വരാൻ പറയാം. ആനന്ദൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഭദ്ര അവനെ ഒന്ന് നോക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി ശരണ്യയുടെ മുറിയിലേക്ക് ചെന്നു. കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് കേൾക്കുന്ന ഏങ്ങലടികളിൽ നിന്നും കരയുകയാണെന്ന് വ്യക്തം.